യേശു ക്രിസ്തു ആരാണ്? ചരിത്രത്തിൽ ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ട വേറൊരു വ്യക്തിയില്ല. അതങ്ങനെ സംഭവിക്കൂ. കാരണം യേശുവിൻ്റെ ജനനം പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ചല്ലായിരുന്നു. അവിടുത്തെ അടുത്തറിഞ്ഞിരുന്ന ശിഷ്യന്മാർ പോലും പരസ്പരം ചോദിച്ചിരുന്നു, ഇവൻ ആരാണ്? ഇന്നും യേശുവിൻ്റെ അടുത്ത അനുയായികൾ പോലും എന്ന് കരുതപ്പെടുന്നവർ പോലും യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് അവകാശപ്പെടില്ല. വിവിധ അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ച് നോക്കിയാൽ യേശു ഒരു പ്രവാചകനാണ്, മതപണ്ഡിതനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്, പാവങ്ങളുടെയും തിരസ്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേരുന്നവനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, നല്ലൊരു ഗുരുവാണ്, തൻ്റെ ആശയങ്ങൾ ഭയമില്ലാതെ പ്രഘോഷിക്കുന്നവനാണ്, അത്ഭുത പ്രവർത്തകനാണ്, മതനേതാവാണ്. പക്ഷേ ഈ വിശേഷണങ്ങളൊന്നും നസ്രായനായ യേശുവിനെ പൂർണ്ണമായി അവതരിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശിഷ്യരോടുള്ള യേശുവിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ശിഷ്യപ്രമുഖനായ പത്രോസായിരുന്നു. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആണ്. ഉത്തരം 100% ശരിയായിരുന്നു. മനുഷ്യബുദ്ധിക്ക് അതീതമായ ആ ജ്ഞാനം പത്രോസിന് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണെന്ന് അപ്പോൾ തന്നെ യേശു പറഞ്ഞു. ദൈവദാനമായ ഈ അറിവ് ലഭിച്ചവർ യേശുനാമത്തിൽ അഭിമാനിക്കും. ആ നാമത്തിന് വേണ്ടി സഹിക്കാനും മരിക്കാനും പോലും തയ്യാറാകും. ഈ അറിവ് ലഭിക്കാത്തവർക്ക് യേശു പല ദേവന്മാരിൽ ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ. യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഇക്കൂട്ടർക്ക് പ്രേരണയോ ശക്തിയോ ലഭിക്കുന്നില്ല. ചില ക്രൈസ്തവ നാമധാരികൾ പോലും ഇക്കൂട്ടത്തിൽ പെടുന്നു. ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാനും ഏറ്റുപറയാനും സാധിക്കൂ.